കേരളത്തിലെ കോൺഗ്രസുകാർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന KPCC പ്രസിഡന്റിന്റെ നിയമനം അനിശ്ചിതമായി തുടരുകയാണ്. ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നത് ആ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള മാനദണ്ഡമാണ്. സുധാകരൻ പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിലും തുടരാൻ അനുവദിക്കുകയില്ല. അപ്പോ ഇപ്പോ കോൺഗ്രസ് തേടുന്നത് ഒരു ക്രിസ്തീയ നാമധേയമാണ്. ഒരു സണ്ണി ജോസഫ്, പിന്നെ ആന്റോ ആന്റണി, അവരൊക്കെയാണ് പരിഗണനയിൽ. ആന്റോ ആന്റണിക്കാണ് മുൻഗണന. കാരണം എന്താ? ക്രിസ്ത്യാനികൾ പൊതുവെ BJPയിലേക്ക് ചായുന്നു, ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ വോട്ടുകൾ വീണ്ടെടുക്കുവാൻ പ്രസിഡന്റായി ക്രിസ്ത്യാനി അവരോധിക്കാൻ ശ്രമിക്കുന്നു. എത്ര ബാലിശമാണല്ലേ? ശ്രീമാൻ ആന്റോ ആന്റണി എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻ ജനസമൂഹത്തെ പൊതുവെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് UDFിൽ തുടരാൻ അവകാശമില്ല, യോഗ്യതയില്ല എന്ന് പരസ്യമേ പ്രസ്താവിച്ച ആളാണ് നമ്മുടെ ആന്റോ ആന്റണി. അദ്ദേഹം പ്രസിഡന്റായ പിന്നെ ആ പാർട്ടിയോ ആ ജനസമൂഹമോ കോൺഗ്രസിനോട് അടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ UDF ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് KCMനെ കൂടി UDFിലേക്ക് കൊണ്ടുവരാൻ. അത് തീർച്ചയായും വിലങ്ങേറിയാവുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ മതം ഒരു മാനദണ്ഡമാകുന്നു. ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ഏത് കാര്യം പരിഗണിക്കുമ്പോഴും ആദ്യ പരിഗണന എന്ന് പറയുന്നത് എത്ര ഹിന്ദുക്കള്, എത്ര മുസ്ലിംസ്, എത്ര ക്രിസ്ത്യൻസ്, അത് പ്രധാന പരിഗണനയാണ്. വന്നിട്ടും പോയിട്ടും KPCC ഓഫീസില് ഒരു വ്യൂണെ എടുക്കണമെങ്കിൽ പോലും അവന്റെ മതം നോക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രശ്നമാ. അത് പിന്നെ ആരോപണ വിധേയരാകും, വിവാദമാകും. ഒഴിവാക്കാൻ എല്ലാ മതങ്ങൾക്കും തുല്യമായി വീതിക്കുക. എന്തൊരു കഷ്ടമല്ലേ? പറയുമ്പോൾ വലിയ മതേതര പാർട്ടി, പക്ഷേ മതം തന്നെ പ്രധാന മാനദണ്ഡം. ഇത് തന്നെ അവസ്ഥ.